Good morning, students. How are you? Are you fine? Are you all happy? എല്ലാവരും സന്തോഷിതരാണോ? I hope all of you are doing well. Did you forgot me? മിസ്സിനെ മറന്നു പോയോ? My name is Lisa. Previous year I was your computer teacher. കഴിഞ്ഞ വർഷം നിങ്ങളുടെ കമ്പ്യൂട്ടർ ടീച്ചർ ആയിരുന്നു അല്ലേ? This year I am teaching computer and GK. ഈ വർഷം മിസ് നിങ്ങളെ കമ്പ്യൂട്ടറും GKയും പഠിപ്പിക്കും. Now I am going to teach you GK. ഇപ്പോൾ മിസ് നിങ്ങളെ GK ആണ് പഠിപ്പിക്കുന്നത്. Do you all got GK text? എല്ലാവർക്കും GK text കിട്ടിയോ? All of you take your GK text. എല്ലാവരും GK text എടുക്കണം. മിസ് പഠിപ്പിക്കുന്ന സമയത്ത് അത് നോക്കിയിരിക്കണം. Now we can study our first lesson. ഇപ്പോൾ നമുക്ക് നമ്മുടെ GKയിലെ ഫസ്റ്റ് ലെസൺ പഠിക്കാം. Okay? Take your GK text. Our first lesson is animals. GK textൽ നമ്മുടെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് animals ആണ്. Different animals are shown in this page. Okay? പലതരത്തിലുള്ള മൃഗങ്ങളെ ഈ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. Lion, deer, cat, dog, elephant, goat, fox, cow, horse, tiger, wolf, leopard, panda, camel, giraffe, snake and crocodile. Animals that eat plants are called herbivores. ആനിമൽസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്ലാന്റ്സ് ഈറ്റ് ചെയ്യുന്ന ആനിമലിനെയാണ് ഹെർബിവോറസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഈറ്റ് ചെയ്യുന്ന ആനിമലിനെ വിളിക്കുന്ന പേരാണ് ഹെർബിവോറസ്. ആനിമൽസ് ദാറ്റ് ഈറ്റ് പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബിവോറസ്. ആനിമൽസ് ദാറ്റ് ഈറ്റ് ഫ്ലഷ് ആർ കോൾഡ് കാർണിവോറസ്. മാംസ്യം കഴിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് carnivorous. Animals that eat plants are called herbivorous and animals that eat flesh are called carnivorous. What are the examples of carnivorous and herbivorous? Examples of carnivores are lion, fox, dog, etc. Lion, tiger, ഇതെല്ലാം എന്താണ്? ഫ്ലഷ്, മാംസ്യം കഴിക്കുന്ന ആനിമൽസ് ആണ്. ഇനി animals that eat plants are called herbivores. Herbivores എക്സാമ്പിൾ എന്തൊക്കെയാണ്? എലിഫന്റ്, കൗവ്, ബഫലോ, ഗോട്ട് എക്സെട്ര ആർ herbivores. So we can study two types of animals, herbivores and carnivores. What are herbivores? Animals that eat plants are called herbivores and animals that eat flesh are called carnivores. Then you write C for lion. Lion's box നമ്മൾ എന്ത് എഴുതണം? C. C for carnivorous. Then deer. Write H for deer. Deer എന്തോ എഴുതണ്ടേ? H. Then write C for cat. Cat നേരെ നമ്മൾ എന്ത് എഴുതണം? C. Then dog. കാർണിവോറസ് ആണതുകൊണ്ട് സി. എലിഫന്റ് ഹെർബിവോറസ്. എലിഫന്റ് പ്ലാന്റ്സ് മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ഹെർബിവോറസ്. ദെൻ ഗോട്ട് ഹെർബിവോറസ്. ഫോക്സ് കാർണിവോറസ്. കൗ ഹെർബിവോറസ്. എച്ച് യു റൈറ്റ് എച്ച്. ദെൻ ഹോഴ്സ്. ഹോഴ്സ് ഈറ്റ് പ്ലാന്റ്, യു റൈറ്റ് എച്ച്. ദെൻ ടൈഗർ. ടൈഗർ ഈറ്റ് ഫ്ലഷ്, യു റൈറ്റ് സി. Wolf eat flesh, you write C. Then panda, you write H, herbivorous. Then camel, you write H. Giraffe, you write H. Snake, C. Then crocodile, C. Next we have to study beaks of birds. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ബീക്സ് ഓഫ് ബേർഡ്സ്. ബേർഡിന്റെ ചുണ്ടുകൾ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ചുണ്ടുകളുള്ള ബേർഡ്സ് ഉണ്ട്, ആണ് ബീക്സ് ഓഫ് ബേർഡ്സ്.
First, beaks of birds differ in size and shape based on the food they eat. Beaks of birds differ in size and shape based on the food they eat. ഡിഫറെന്റ് തരത്തിലുള്ള ചുണ്ടുകൾ ബേഡ്സിനുണ്ട്. അതിന് ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് അതിന്റെ ചുണ്ടുകൾ. Look at this picture. Can you name the birds? What is this? This is parrot. This curved beak helps the bird to eat hard seeds, nuts and fruits. പാരറ്റിന്റെ കേർവ്ഡ് ബീക്ക്, വളഞ്ഞിരിക്കുന്ന ബീക്കാണ് പാരറ്റിന്റെ. ദാറ്റ് ഹെൽപ്സ് ടു ബേർഡ് ഈറ്റ് ഹാർഡ് സീഡ്സ്, നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഹാർഡായിട്ടുള്ള നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബീക്കാണ് പാരറ്റിനുള്ളത്. ദെൻ വാട്ട് ഈസ് ദിസ്? പെലിക്കൺ. ദിസ് ബിഗ് ഷാർപ്പ് ബീക്ക് ഹെൽപ്സ് ദ ബേർഡ് ടു ക്യാച്ച് ഫിഷ്. ഫിഷിനെ ക്യാച്ച് ചെയ്ത് പിടിക്കാൻ വേണ്ടി അതിന് ലോങ് ഷാർപ്പ് ബീക്കുണ്ട്. കണ്ടോ? ഷാർപ്പ് ബീക്ക്. ദെൻ നെക്സ്റ്റ് ഈസ് ഈഗിൾ. ദിസ് ഷാർപ്പ് ഹോക്ക്ഡ് ബീക്ക് ഹെൽപ്പ് ദ ബേർഡ് ടു ടിയർ ആനിമൽ ഫ്ലഷ്. ആനിമലിന്റെ ഫ്ലഷ്, അതായത് മാംസ്യം, അതായത് ഒക്കെ കടിച്ച് കീറി തിന്നാൻ വേണ്ടി അതിന്റെ ഈഗിളിന്റെ ബീക്ക് അതിനെ ഹെൽപ്പ് ചെയ്യും. ഹാർഡായിരിക്കും ഈഗിളിന്റെ ബീക്ക്. ദ നെക്സ്റ്റ് നീഡിൽ ടൈപ്പ് ബീക്ക്. ദിസ് നീഡിൽ പോയിന്റഡ് ബീക്ക് ഹെൽപ്സ് ടു ബേർഡ് സക്ക് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. പൂവിൽ നിന്നൊക്കെ തേൻ വലിച്ചു കുടിക്കാൻ അതിന്റെ നല്ല നീണ്ട ചുണ്ടായിരിക്കും. ആർക്കുള്ളതാ? അതാണ് ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡിന്റെ ബീക്ക് കണ്ടോ? നല്ല നീളമുള്ള ബീക്കാണ്. ദിസ് നീഡിൽ പോയിന്റഡ് ബീക്ക്, നീഡിൽ പോലെ, സൂചി പോലെ നീണ്ട ബീക്കാണ് ആർക്കുള്ളത്? ഹമ്മിങ് ബേർഡിനുള്ളത്. ദാറ്റ് ഹെൽപ്സ് ടു ബേർഡ് ടു സക്ക് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ഫ്ലവറിൽ നിന്നൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു. ഹമ്മിങ് ബേർഡ് ഫ്ലവറിൽ നിന്ന് തേനൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല നീണ്ട കൂർത്ത ബീക്കാണ് അതിനുള്ളത്. അതുകൊണ്ട് അങ്ങനെയാണത് തേൻ കുടിക്കുന്നത്. നെക്സ്റ്റ് വുഡ്പെക്കർ. ഡു യു സി വുഡ്പെക്കർ? വുഡ്പെക്കറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരത്തേലൊക്കെ ഇരുന്ന് കൊത്തുന്നുണ്ടോ? മരം കൊത്തി. This very strong sharp beak help the bird to make holes in the hard tree trunks. മരത്തേലൊക്കെ കൊത്തി അത് കിഴുത്തിടും. അതാണ് വുഡ്പെക്കർ. അതിന് ഹാർഡായിരിക്കും അതിൻ്റെയൊക്കെ, നല്ല ഭയങ്കര കട്ടിയുള്ള ചുണ്ടാണ് ആരുടെയാ? വുഡ്പെക്കറിന്റെ. ഓക്കെ, ക്യാൻ യു നെയിം ദ ബേർഡ്സ്? വാട്ട് ഈസ് ദിസ്? പാരറ്റ്. യു റൈറ്റ് പാരറ്റ്. ദെൻ വാട്ട് ഈസ് ദിസ്? Pelican. You write pelican. What is this? You write eagle. Then what is this? Hummingbird. What is this? Woodpecker. Okay? Our next topic is insect. Animals that have 6 legs are called insect. They have feelers too. Animals that have 6 legs are called insect. 6 കാലുകളുള്ള ആനിമൽസിനെയാണ് എന്ത് പറയുന്നത്? ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. Can you name these insects? First is cockroach. Do you see cockroach? കോക്രോച്ചിനെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം this is cockroach. What is this? This is butterfly. Then what is this? Honeybee. Then what is this? Housefly. What is this? Dung beetle. What is this? Mosquito. What is this? Ladybird. What is this? Dragonfly. What is this? Wasp. You write first cockroach, then butterfly, honeybee, housefly, dung beetle, mosquito, ladybird, dragonfly and wasp. Okay? Then next you have to study animals have different names for males and females. Match the following. Then these are males and these are females. First is lion, lioness. Then
ബില്ലി ഗോട്ട്, നാനി ഗോട്ട്. ഹെന്ന്, കോക്ക്. ദെൻ സ്റ്റാലിയോൺ, മേർ. ബുള്ള്, കൗവ്. ലയൺ, ലയനസ്. ബില്ലി ഗോട്ട്, നാനി ഗോട്ട്, ഹെന്ന്, കോക്ക്, സ്റ്റാലിയോൺ, മേയർ, ബുള്ള്, കൗവ്. Okay, match the following. Then next we can study animal habitats. What do you mean by habitats? The place where an animal lives is called its habitat. The place where an animal lives is called its habitat. ഒരു ആനിമൽ ജീവിക്കുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? അതിന് ഹാബിറ്റാറ്റ്. Animals that live in water are called aquatic animals. Animals that live in water are called aquatic animals. വാട്ടറിൽ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് aquatic animals. Animals that live in water are called aquatic animals. The ones in which live both land and water, that are called amphibians. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് ആംഫീബിയൻസ്. ഫോർ എക്സാമ്പിൾ, ആനിമൽസ് ലീവ് ഇൻ വാട്ടർ. ഫിഷസ് എല്ലാം എന്താണ്? വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ്. ആനിമൽസ് ലീവ് ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. വാട്ടറിലും അല്ലെങ്കിൽ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആനിമൽസിനെയാണ് ആംഫീബിയൻസ് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് ആംഫീബിയൻസിന്? ടോർട്ടോയ്സ്, ഫ്രോഗ്, ക്രൊക്കോഡൈൽ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ആംഫീബിയൻസ്. അക്വാട്ടിക് ആനിമൽസിന് എക്സാമ്പിൾ ആണ് ഫിഷ്. ഓക്കെ, ആംഫീബിയൻസിന് എക്സാമ്പിൾ ആണ് എന്ത്? ഫ്രോഗ്, ടോർട്ടോയ്സ്, crocodile, etc. Okay. Then write the names of animal live in the following habitats. First നമ്മൾ പഠിച്ച ഹാബിറ്റാറ്റ് എന്താണ്? എന്താണ് ഹാബിറ്റാറ്റ്? The place where an animal live is called its habitat. What is habitat? The place where an animal lives is called as habitat. Animals that live in water are called aquatic animals. വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് അക്വാട്ടിക് ആനിമൽ. എക്സാമ്പിൾ ഫിഷ്. ദെൻ ആനിമൽസ് ലീവ് ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ് ആർ കോൾഡ് ആംഫീബിയൻസ്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് ആംഫീബിയൻസ്. എക്സാമ്പിൾ ഫ്രോഗ്, ടോർട്ടോയ്സ്, ക്രോക്കോഡൈൽ എക്സെട്ര. ഓക്കെ, റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ദാറ്റ് ഇൻ ദ ഫോളോയിങ് ഹാബിറ്റാറ്റ്സ്. അപ്പം നമ്മൾ ഇവിടെ എഴുതണം. ഇൻ വാട്ടർ, വാട്ടറിൽ ജീവിക്കുന്നതിന് എന്താണ് പേര് പറയുന്നത്? എന്തൊക്കെയാണ് വാട്ടറിൽ ജീവിക്കുന്നത്? ഫിഷ് ഉണ്ട്, ഷാർക്ക്, ഡോൾഫിൻ എക്സെട്ര ആർ ഇൻ വാട്ടർ, ലീവ് ഇൻ വാട്ടർ. ദെൻ ഓൺ ട്രീസ്, മങ്കീസ്, ബേഡ്സ്, സ്ക്യൂറൽ എക്സെട്ര ആർ ട്രീസ്. മരത്തിൽ ജീവിക്കുന്നതല്ല, എന്താണ്? ട്രീ, മങ്കി, ബേഡ്സ്, സ്ക്യൂറൽസ്. ഓൺ ലാൻഡ്, ലാൻഡിൽ ജീവിക്കുന്ന ഏതൊക്കെയാണ്? എലിഫന്റ്, ഡോഗ്, ക്യാറ്റ്, കൗവ് എക്സെട്ര ആർ ലാൻഡ്. ലാൻഡിൽ, അതായത് കരയിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ്. ഏതൊക്കെ? എലിഫന്റ് ഉണ്ട്, ഡോഗ്, ക്യാറ്റ്, കൗവ് എക്സെട്ര. ദെൻ അണ്ടർഗ്രൗണ്ട്, ഭൂമിക്ക് അടിയിൽ മാളം ഉണ്ടാക്കി ജീവിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട്. ഏതൊക്കെയാണ്? ആൻഡ്, ഉറുമ്പ്, റാറ്റ്, എലി, എർത്ത്, മണ്ണിര എന്ന് പറയും. നമുക്കറിയാം, എർത്ത് വേമിനെ കണ്ടിട്ടുണ്ടോ? വരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. മണ്ണിനടിയിൽ ജീവിക്കുന്നതാണ് എർത്ത് വേം. ഇൻ അവർ ഹൗസ്, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്തൊക്കെയാണ്? ഡോഗ്, കൗ, ക്യാറ്റ്, ഗോട്ട് എക്സെട്ര ആർ ഇൻ അവർ ഹൗസ്. ഓക്കെ, animals are classified into various groups. The cold-blooded animals that lay eggs are called reptiles. ആനിമൽസ് ലേ എഗ്, മുട്ടയിടുന്ന ആനിമൽസ് കോൾഡ് ബ്ലഡഡ് ആണ്. അങ്ങനെയുള്ള ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് റെപ്റ്റൈൽസ്. ബേർഡ്സ് ദാറ്റ് കനോട്ട് ഫ്ലൈ ആർ കോൾഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. അതുപോലെ ബേർഡ്സിലെ പറക്കാൻ കഴിയാത്ത ബേർഡ്സിനെ വിളിക്കുന്നതാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്. വാട്ട് യു മീൻ ബൈ റെപ്റ്റൈൽസ്? എന്താണ് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ? ദ കോൾഡ് ബ്ലഡഡ് ആനിമൽ ആണ്. ദാറ്റ് ലേ എഗ്,
മുട്ടയിടുന്ന കോൾഡ് ബ്ലഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റെപ്റ്റൈൽസ്. അതുപോലെ ബേർഡ്സ് ദാറ്റ് കാനോട്ട് ഫ്ലൈ ആർ കോൾഡ്. പറക്കാൻ കഴിയാത്ത ബേർഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലൈറ്റ്ലെസ് ബേർഡ്. ഷാൽ വി ട്രൈ ദ നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച്? ഈ ഗ്രൂപ്പിന് നിങ്ങൾക്ക് പേര് കൊടുക്കാവോ? ഫസ്റ്റ് ഗ്രൂപ്പ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്? ഫ്ലൈറ്റ്ലെസ് ബേർഡ്. ഓസ്ട്രിച്ച്, പെൻഗ്വിന് എക്സെട്ര ആർ ഫ്ലൈറ്റ്ലെസ് ബേർഡ്. സെക്കൻഡ് ഷാർക്ക് എക്സെട്ര അക്വാട്ടിക് ആനിമൽസ് ആണ്. ഇതിന് ഈ ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കേണ്ട പേരെന്താണ്? സെക്കൻഡ് ഗ്രൂപ്പിന് അക്വാട്ടിക് ആനിമൽസ്. തേർഡ് സ്നേക്ക്, ലിസാർഡ്, കമലിയോൺ എക്സെട്ര ആർ കോൾഡ് റെപ്റ്റൈൽസ്. ലാസ്റ്റ് ഫ്രോഗ്, ക്രൊക്കോഡൈല് ആൻഡ് ടോർട്ടോയ്സ് ദാറ്റ് ആർ കോൾഡ് ആംഫീബിയൻസ്. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കേണ്ട പേരെന്താണ്? ഫ്ലൈറ്റ്ലെസ് ബേർഡ്. സെക്കൻഡ് ഗ്രൂപ്പ് അക്വാട്ടിക് ആനിമൽസ്, തേർഡ് ഗ്രൂപ്പ് റെപ്റ്റൈൽസ് ആൻഡ് ഫോർത്ത് ഗ്രൂപ്പ് ആംഫീബിയൻസ്. ഈ ബോക്സിൽ അതിന്റെ സ്പെല്ലിംഗ്, ബോക്സിൽ നിന്ന് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കി എല്ലാത്തിന്റെ എഴുതണം. എല്ലാം ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് വീട്ടിലിരുന്ന് ആക്ടിവിറ്റി ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ലെറ്റ് വി ക്യാൻ റിവൈസ് ഓൾ വി ഹാവ് സ്റ്റഡി ടുഡേ. നമുക്കൊന്ന് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാം. ഫസ്റ്റ് വി ക്യാൻ സ്റ്റഡി ഹെർബിവോറസ് ആൻഡ് കാർണിവോറസ്. ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? ഹെർബിവോറസ് ആൻഡ് carnivorous. What do you mean by herbivorous? Animals eat plants. Animals that eat plants are called herbivorous. Example, elephant, cow, buffalo, etc. Then second, carnivorous. Animals that eat flesh are called carnivorous. മാംസ്യം കഴിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് carnivorous. What are the examples of carnivorous? Lion, tiger, leopard, etc. Okay. Then next we have study beaks of birds. Different types of beaks ഉണ്ട് ബേർഡ്സിന്. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ച് പാരറ്റ്, കേർവ്ഡ് ബീക്കാണ്. ദെൻ നെക്സ്റ്റ് പെലിക്കൺ. പെലിക്കൺ എന്താണ്? ഷാർപ്പ് ബീക്കാണ്. ദെൻ ഈഗിള്, ഷാർപ്പ് ആൻഡ് ഹുക്ഡ്. ഷാർപ്പാണ്, അതുപോലെ വളഞ്ഞിരിക്കുന്നതാണ്, ഹുക്ഡാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഹമ്മിങ് ബേർഡ്. നീഡിൽ ലൈക്ക് ബീക്കാണ്. നീഡിൽ ലൈക്ക് ബീക്കാണ് ആർക്കുള്ളത്? ഹമ്മിങ് ബേർഡിന്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് വുഡ് പെക്കർ, ഹാർഡ് ബീക്ക്. വുഡ് പെക്കറിന്റെ എന്താണ്? ഷാർപ്പ് ആൻഡ് ഹാർഡ് ബീക്ക്. ദെൻ നെക്സ്റ്റ് വി ഹാവ് സ്റ്റഡി ആനിമൽസ് ദാറ്റ് ലീവ്സ് 6 legs ആർ കോൾഡ് ഇൻസെക്റ്റ്. ഇൻസെക്റ്റ് ആണ് നമ്മൾ പിന്നെ പഠിച്ചത്. കുറേ ഇൻസെക്ട്സിന്റെ പേര് നമ്മൾ പഠിച്ചു. ബട്ടർഫ്ലൈ, കോക്രോച്ച്, ഹണി ബി, ഹൗസ് ഫ്ലൈ, dung beetle, etc. Okay, next here we have study animals and different names of females and males and females. Animalsന്റെ തന്നെ മെയിലും ഫീമെയിലും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ലയണ്, ലയണസ്, ഗോട്ട്, നാനി ഗോട്ട്, ദെൻ ഹെന്ന്, കോക്ക്, സ്റ്റൈലിയോൺ, മെയർ ആൻഡ് ബുള്ള്, കൗവ്. ദെൻ നെക്സ്റ്റ് ആനിമൽ ഹാബിറ്റാറ്റ്സ്. അടുത്ത കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? ആനിമൽ ഹാബിറ്റാറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഹാബിറ്റാറ്റ്? ദ പ്ലേസ് വെയർ ആൻ ആനിമൽ ലീവ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. ദ പ്ലേസ് വെയർ ദ ആനിമൽ ലീവ് ഈസ് കോൾഡ് ഹാബിറ്റാറ്റ്. ആനിമൽസ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ ആർ കോൾഡ് അക്വാട്ടിക് ആനിമൽസ്. വാട്ടറിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് അക്വാട്ടിക് ആനിമൽസ്. എക്സാമ്പിൾ ഫിഷ്, ഡോൾഫിൻ എക്സെട്ര. ദെൻ ആനിമൽസ് ലീവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഫീബിയൻസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫ്രോഗ്, ക്രൊക്കോഡൈല്, ടോർട്ടോയ്സ് എക്സെട്ര. ഓക്കെ. ദെൻ ക്ലാസിഫൈ ദ ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസ്. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ആനിമൽസിന്റെ ഗ്രൂപ്പ് ക്ലാസിഫൈ ചെയ്യണം. അത് നിങ്ങളവിടെ ബോക്സിൽ നോക്കി എഴുതണം. ഓക്കെ. I will give the question answer in the group. You want to write it in your GK book. Question answer എല്ലാം മിസ് നിങ്ങളുടെ വാട്സാപ്പായിട്ട് മിസ് നോട്ട് അയച്ചു തരാം. നിങ്ങളത് GKയുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ മൈ പേഴ്സണൽ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.